ബോട്ടിൽ കപ്പലിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം അന്തിമഘട്ടത്തിൽ. MMD റിപ്പോർട്ട് ഒരാഴ്ചക്കകം ലഭിക്കും. ചാവക്കാട് കടലിൽ 2 മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ കപ്പൽ ബോട്ടിലിടിച്ചുണ്ടായ അപകടത്തിൽ 8 മാസത്തിനൊടുവിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക്. അപകടത്തെക്കുറിച്ച് മർമ്മപ്രധാനമായ കണ്ടെത്തലുകൾ അടങ്ങിയ മർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റിന്റെ മുംബൈ ആസ്ഥാനത്തു നിന്നുള്ള അന്തിമ റിപ്പോർട്ട് ഒരാഴ്ചക്കകം അന്വേഷണ സംഘത്തിന് ലഭിക്കും. റിപ്പോർട്ട് പഠിച്ച ശേഷം മുനക്കക്കടവ് തീരദേശ പോലീസ് കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘം ബേപ്പൂരിലെത്തി കപ്പലിൽ വിശദ പരിശോധന നടത്തി. GPS ഉൾപ്പെടെയുള്ളവയുടെ ശാസ്ത്ര പരിശോധനയും പൂർത്തീകരിച്ചിരുന്നു. മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണ നടപടികൾ പൂർത്തിയായെങ്കിലും 8 മാസം കഴിഞ്ഞിട്ടും MMD റിപ്പോർട്ട് വൈകിയതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2024 മെയ് മാസത്തിലാണ് അപകടം നടന്നത്. അപകടത്തിൽ പൊന്നാനി സ്വദേശികളായ 2 പേർ മരിച്ചിരുന്നു. അപകടം നടന്ന സ്ഥലം വ്യക്തമാക്കേണ്ടത് MMDയാണ്. എടക്കഴിയൂർ തീരത്തിന് പടിഞ്ഞാറ് 11.5 നോട്ടിക്കൽ മൈൽ അകലെയാണ് ലക്ഷദ്വീപിലെ യുവസാഗർ എന്ന കാർഗോ കപ്പൽ പൊന്നാനി സ്വദേശിയുടെ ബോട്ടുമായി കൂട്ടിയിടിച്ചത്. മത്സ്യത്തൊഴിലാളികളായ K. അബ്ദുൽ സലാം, P. ഗഫൂർ എന്നിവർ മരിച്ചിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 4 മത്സ്യത്തൊഴിലാളികളെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.